രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായി പൂരിപ്പിക്കുക. രജിസ്ട്രേഷൻ ഫോം അന്തിമമായി സമർപ്പിക്കുക. രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിൻ്റൗട്ട് എടുക്കുക. മികവുകൾ തെളിയിക്കുന്നതിനായി സ്ലിപ്പും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാക്കുക എന്നീ 4 ഘട്ടങ്ങളാണ് അപേക്ഷയിലുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യമായി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനു വേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കി വെക്കുക. SSLC പരീക്ഷയുടെ രജിസ്റ്റർ നമ്പർ, കുട്ടിയുടെ ജനനത്തീയതി, ദേശീയ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ മത്സരങ്ങളിൽ ലഭ്യമായ മെറിറ്റ്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകൾ. ഈ സർട്ടിഫിക്കറ്റുകളിൽ സർട്ടിഫിക്കറ്റ് നമ്പർ അവരവരുടെ സ്കോർ കോഡ് ഉൾപ്പെട്ടതായിരിക്കും. ഉദാഹരണത്തിന് 35006 ഇന്ന് സ്കൂളിലെ കുട്ടിക്ക് ലഭ്യമായ സർട്ടിഫിക്കറ്റിൽ 35006/സർട്ടിഫിക്കറ്റ് നമ്പർ, അടുത്തതായി മത്സരം നടന്ന വർഷം, മാസം, ഡേറ്റ് എന്നിവ രേഖപ്പെടുത്തി വെക്കുക. തുടർന്ന് ഗൂഗിളിൽ HSCAP എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ലഭ്യമാകുന്ന HSCAP ഗൈഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുക. ഇപ്പോൾ തുറന്ന് വിൻഡോയിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇതിന് താഴെയായി കാണുന്ന ലിങ്കുകളിൽ രജിസ്റ്റർ ഓൺലൈൻ എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെലക്ട് ദ സ്കീം എന്നതിൽ SSLC 2024-25 സെലക്ട് ചെയ്ത് SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ക്യാപ്ച എന്നിവ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയും കുട്ടിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, പിൻകോഡ്, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ID, അപേക്ഷിക്കുന്ന ജില്ല എന്നിവ രേഖപ്പെടുത്തിയ ശേഷം നമുക്ക് ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റുകളുടെ വിശദാംശങ്ങൾ ചേർക്കുക. ഇതിനായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് സമിതി, ഉദാഹരണത്തിന് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ ലഭ്യമായ സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ 80 റെപ്രസെൻറ്റിംഗ് റവന്യൂ ഡിസ്ട്രിക്ട് ഇൻ സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് എന്നത് ടിക്ക് ചെയ്യുക. അടുത്തതായി വിഭാഗം അല്ലെങ്കിൽ ഇവന്റ് സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തിഗത മത്സരങ്ങൾ അത്ലറ്റിക്സ്, കരാട്ടെ, തൈക്വോണ്ടോ തുടങ്ങിയ വ്യക്തിഗത മത്സരങ്ങൾ ആണെങ്കിൽ ഇൻഡിവിജ്വൽ എന്നും, മുകളിൽ പറഞ്ഞ ഹാൻഡ്ബോൾ പോലെയുള്ള ഗെയിംസ് മത്സരങ്ങൾ ആണെങ്കിൽ ടീം എന്നും രേഖപ്പെടുത്തുക. അടുത്തതായി ഇനം രേഖപ്പെടുത്തുക. തുടർന്ന് കൊടുത്തിരിക്കുന്ന മാസം, വർഷം എന്നിവ രേഖപ്പെടുത്തുക. പൊസിഷൻ എന്നതിൽ ക്യാപ്റ്റൻ ആണോ മെമ്പർ ആണോ എന്ന് രേഖപ്പെടുത്തുക. ന്യൂ റെക്കോർഡ് എന്നതിൽ നിങ്ങൾ ഏതെങ്കിലും റെക്കോർഡ് ഭേദിച്ചിട്ടുണ്ടെങ്കിൽ S എന്നും ഇല്ലെങ്കിൽ നോ എന്നും രേഖപ്പെടുത്തുക. ഇനി സർട്ടിഫിക്കറ്റ് നമ്പർ, തുടർന്ന് ഡേറ്റ്, അടുത്തത് ഇഷ്യൂയിങ് അതോറിറ്റി, ഇവിടെ സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് ആയതിനാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കേരള രേഖപ്പെടുത്തുക. അടുത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനായി ആഡ് മോർ അച്ചീവ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് രേഖപ്പെടുത്തുക. എല്ലാ സർട്ടിഫിക്കറ്റുകളും എൻ്റർ ചെയ്ത ശേഷം ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്ത് ലഭ്യമാകുന്ന PDF പ്രിൻ്റ് ചെയ്ത് കോപ്പിയുമായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാകുക. അതിനുശേഷം സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ലഭ്യമാകുന്ന സ്കോർ കാർഡ് നമ്പർ രേഖപ്പെടുത്തി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ടീം